എല്ലാ പ്രിയപ്പെട്ടവർക്കും ടിപ്സ് ആൻഡ് ടോക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രായപൂർത്തിയാകുന്നത് മുതൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഭാവി പങ്കാളിയെക്കുറിച്ച് നിരവധി സ്വപ്നങ്ങൾ അവർക്ക് കാണും. പെൺകുട്ടികൾ പ്രത്യേകിച്ച് വിവാഹം കഴിക്കുന്ന ആൾ എപ്പോഴും തന്നെ സന്തോഷിപ്പിക്കുന്നവനും മധുരമായി സംസാരിക്കുന്നത്, അതായത് അല്പം റൊമാൻസ് ഒക്കെയുള്ള ആളായിരിക്കണമെന്ന് പ്രത്യേകിച്ച് പെൺകുട്ടികൾ കൊതിക്കും. റൊമാൻസ് ഇല്ലാത്തൊരു ദാമ്പത്യത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാനാകില്ല. പക്ഷേ സ്വപ്നം കണ്ടതെല്ലാം ദാമ്പത്യത്തിൽ യാഥാർത്ഥ്യമാകണമെന്നുമില്ല. റൊമാൻസ് ഇല്ലാത്ത ദാമ്പത്യം വിരസവും നിരാശാജനകവുമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ചിലരുടെ ജീവിതത്തിൽ അത് സത്യമാണ്. എന്തുകൊണ്ടാണ് ചിലരുടെ ദാമ്പത്യത്തിൽ റൊമാൻസ് ഇല്ലാത്തതിന്റെ കാരണങ്ങൾ എന്ന് നോക്കാം. തുടക്കത്തിൽ റൊമാൻസ് ഒക്കെ കാണും, എന്നാൽ കാലങ്ങൾ കഴിയും തോറും ആ റൊമാൻസിന്റെ അളവും ഒക്കെ കുറഞ്ഞു വരാം. ഇതിന് പ്രധാനമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ആശയവിനിമയം പണ്ടത്തെ പോലെ ഇല്ലാത്തതാണ്. എങ്ങനെയായിരിക്കണം റൊമാൻറ്റിക് ദാമ്പത്യം എന്ന് തീരുമാനിക്കേണ്ടത് പങ്കാളികൾ തന്നെയാണ്. അവരത് തുറന്ന് സംസാരിക്കണം. കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചാലേ ദാമ്പത്യം ദൃഢമാകൂ. ആശയവിനിമയത്തിൽ വീഴ്ച പറ്റിയാൽ തെറ്റിദ്ധാരണകൾക്കും നിരാശയ്ക്കും കാരണമാകും. അതിനാൽ ദാമ്പത്യത്തിൽ റൊമാൻസ് ഇല്ലാത്തതിന്റെ ഒന്നാമത്തെ കാരണം ആശയവിനിമയത്തിലെ പാളിച്ച തന്നെയാണ്. ഇനി രണ്ടാമതായിട്ട് മാനസിക പിരിമുറുക്കവും തിരക്കുമാണ് ഒരു കാരണം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കുറച്ചുനാൾ കഴിയുമ്പോഴത്തേന് ദാമ്പത്യത്തിന്റെ രസം നഷ്ടപ്പെടും. അതിനുള്ള പ്രധാന കാരണം പങ്കാളികളിൽ ഒരാളുടെയോ രണ്ടുപേരുടെയോ തിരക്കോ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളോ ആയിരിക്കും. മാനസിക സമ്മർദ്ദവും തിരക്കും ദാമ്പത്യത്തിലെ രസം കൊല്ലികളാണ്. പങ്കാളികൾക്ക് ജോലി തിരക്കും ഉത്തരവാദിത്തങ്ങളും കൂടുമ്പോൾ റൊമാൻസിനുള്ള എനർജി നഷ്ടപ്പെടുന്നു. ഇത് അടുപ്പമില്ലായ്മയ്ക്ക് കാരണമാകുന്നു. അടുത്തതായിട്ടുള്ള ഒരു കോമൺ കാര്യം എന്ന് പറയുന്നത് പുതുമ നഷ്ടപ്പെടുക എന്നുള്ളതാണ്. കാലങ്ങൾ കഴിയും തോറും ദാമ്പത്യത്തിൽ പുതിയ കാര്യങ്ങളൊന്നും ഇല്ലാതെയാകും. എല്ലാ ദിവസങ്ങളും ഒരുപോലെയാകും. എല്ലാ ദിവസവും ഒരേ കാര്യങ്ങൾ ചെയ്ത് മടുപ്പും ഉത്സാഹക്കുറവും തോന്നും. ഇതും ദാമ്പത്യത്തിൽ റൊമാൻസ് ഇല്ലാതാക്കുന്നതിന്റെ കാരണമാണ്. അതിന് ദമ്പതികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്നും എന്തെങ്കിലും ഒരു കാര്യത്തിൽ പുതുമ കണ്ടെത്താൻ ശ്രമിക്കുക. ദമ്പതികൾ തമ്മിൽ എപ്പോഴും ഒരു പുതുമ നിലനിർത്താൻ ശ്രമിക്കുക. അത് ഏത് കാര്യത്തിലും ആകാം. അത്രയും നാളും ഭാര്യ ഉണ്ടാക്കി തന്ന ഫുഡ് കഴിച്ചാണ് ഭർത്താവ് ഇരുന്നതെങ്കിൽ ഒരു ദിവസം വൈകുന്നേരം ഭർത്താവ് പറയുക, ഞാൻ ഇന്ന് ഫുഡ് ഉണ്ടാക്കാം. അതൊരു വ്യത്യസ്തതയാണ്. അത് ദാമ്പത്യത്തിലെ ഒരു വ്യത്യസ്തതയാണ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കാര്യത്തിലും, ഈവൻ ലൈംഗികപരമായിട്ടുള്ള കാര്യത്തിൽ പോലും വ്യത്യസ്തത, പുതുമ എന്നും കൊണ്ടുവരാൻ ശ്രമിക്കാം. അത് പുതുമ നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കും. അതുപോലെ വേറൊരു കാര്യമാണ് അവഗണന എന്നുള്ളത്. ദാമ്പത്യത്തിൽ പങ്കാളിയുടെ ഭാഗത്തു നിന്നും അവഗണന നേരിടുന്നതും തങ്ങളുടെ പരിശ്രമങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതും മറ്റേയാളിൽ നിരാശയും മടുപ്പും ഉണ്ടാക്കും. ഇതും റൊമാൻസ് നഷ്ടപ്പെടാനുള്ള ഒരു കാരണമാണ്. ദാമ്പത്യത്തിൽ പരസ്പരം പ്രയത്നങ്ങൾ കാണുകയും അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ നെഗറ്റീവ് മനോഭാവം, നെഗറ്റിവിറ്റി വിഷം പോലെ ദാമ്പത്യത്തെ നശിപ്പിക്കും. പങ്കാളികൾക്ക് പരസ്പരം നെഗറ്റീവ് മനോഭാവം ഉണ്ടാകുമ്പോൾ റൊമാൻസ് പതിയെ നഷ്ടപ്പെടും. പരസ്പരം പോസിറ്റീവായ മനോഭാവവും പിന്തുണയും ഉണ്ടെങ്കിലേ ദാമ്പത്യത്തിൽ സ്നേഹവും റൊമാൻസും നിറയൂ. അതുപോലെ ശാരീരിക അടുപ്പമില്ലായ്മ, ലൈംഗികത മാത്രമല്ല, ദാമ്പത്യത്തിൽ അല്ലാതെയുള്ള സ്പർശനങ്ങളും അടുപ്പവും വളരെ പ്രധാനമാണ്. ചിലർ വിചാരിക്കും ലൈംഗിക ബന്ധം ഇടയ്ക്ക് നടന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓക്കെ ആയി കൊള്ളുമെന്ന്. അതുമാത്രമല്ല, എന്നും റൊമാൻസ് നിലനിർത്താൻ അത്തരം ചില സ്നേഹ പ്രകടനങ്ങൾ ആവശ്യമാണ്. പങ്കാളികൾ തമ്മിൽ പരസ്പരം സ്പർശിക്കുന്നതും ആലിംഗനം ചെയ്യുന്നതും ചുംബിക്കുന്നതുമെല്ലാം നിർത്തിയാൽ പതിയെ റൊമാൻസ് ദാമ്പത്യത്തിൽ നിന്നും അകന്നു പോകും. അതുപോലെ വേറൊരു കാര്യമാണ് നൈരാശ്യം, പക എന്നിവ. ബന്ധത്തിൽ നൈരാശ്യവും പകയും പരസ്പരം തോന്നുന്നത് അപകടമാണ്. പഴയകാല അനുഭവങ്ങളിലെ പകയും ദേഷ്യവും മനസ്സിൽ കൊണ്ട് നടക്കുന്നത് ദാമ്പത്യത്തെ നശിപ്പിക്കുകയും ദാമ്പത്യത്തിൽ നെഗറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യും. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവ പരിഹരിച്ചു പോകേണ്ടത് ദാമ്പത്യത്തിൽ എന്നും റൊമാൻസ് ഉണ്ടാകുന്നതിന് അത്യാവശ്യമാണ്. അതുപോലെ പൊതുവായ താല്പര്യങ്ങളില്ലാത്തത്, രണ്ടുപേർക്കും ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ ഉള്ളത് പങ്കാളിയെ കൂടുതൽ അടുപ്പിക്കും. എന്നാൽ അങ്ങനെ പൊതുവായ താല്പര്യങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ അത് പരസ്പരം അടുപ്പമില്ലായ്മയ്ക്കും ദാമ്പത്യത്തിൽ ഉത്സാഹമില്ലായ്മയും വർദ്ധിപ്പിക്കും. അതിനാൽ ദാമ്പത്യം എന്നും ആവേശകരമായി കൊണ്ടുപോകാൻ രണ്ടുപേർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ കണ്ടെത്തുക.
അതുപോലെ മറ്റൊരു കാര്യമാണ് പരിശ്രമിക്കാത്തത്. നമ്മൾ പരിശ്രമിക്കാതെ ബന്ധത്തെ സ്നേഹത്തിന്റെ പാതയിൽ എത്തിക്കാൻ കഴിയില്ല. നമ്മുടെ ഭാഗത്തു നിന്നും പരിശ്രമം ഉണ്ടായെങ്കിൽ മാത്രമേ ദാമ്പത്യം എന്നും സന്തോഷകരവും റൊമാൻറ്റിക്കും ആകൂ. ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ദാമ്പത്യം എന്നും സജീവമായി നിലനിർത്താനുള്ള ശ്രമങ്ങൾ ഇരു പങ്കാളിയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യം എന്നും റൊമാൻറ്റിക് ആയിരിക്കും, എന്നും പുതുമ നിറഞ്ഞതായിരിക്കും, അതൊരിക്കലും നഷ്ടപ്പെടാതെയും ഇരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.